പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞങ്ങളുടെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവ് നിനക്കേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അത് 1-2 ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തില്ലേ, 1:37, പിന്നെ മത്തായിയുടെ സുവിശേഷം മത്തായി 19:26.
യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ദുഷ്കരമാണെന്ന് ദൈവം തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ദൈവത്തിനനുസരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മൾ ദൈവത്തിനെല്ലാം അസാധ്യമാണെന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഇന്ന് എല്ലാം സാധ്യമാണ്. കർത്താവ് മരിക്കണതിന് മുമ്പ് ഗെത്സെമനിയിലെ ചോര വീർത്തുള്ള പ്രാർത്ഥനയില്ലേ, അപ്പോൾ ഈശോ പറയേണ്ടത് ഇതാണ്: പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. മാർക്കോസ് 14:36. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യം. പക്ഷെ എല്ലാം സാധ്യമാകുമ്പോഴും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ നീതിബോധം എല്ലാം ലളിതമാക്കണില്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്, പക്ഷെ എല്ലാം സിമ്പിളല്ല. അതിൻ്റെ കാരണം എന്താ? ഇപ്പം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യരുടെ പാപങ്ങൾ ഈശോ ഈ ഭൂമി വന്നപ്പോൾ എന്താ പറയണത്? മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞു. പാപം മോചിച്ച് സിമ്പിളായിട്ട് പാപം മോചിച്ചു, അത്രേ ഉള്ളൂ. അപ്പം മനുഷ്യരാശിയുടെ പാപങ്ങളെ ദൈവത്തിന് സിമ്പിളായിട്ട് മോചിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ നീതിബോധം ഈ എല്ലാം സാധ്യമായ ദൈവത്തിന് എല്ലാം സിമ്പിളാകുന്നില്ല. ദൈവം അത് സിമ്പിളാക്കാത്തതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അത് ദൈവത്തിൻ്റെ നീതിബോധമാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് യേശു, ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യ ശരീരത്തിൽ പാപത്തെ ശിക്ഷ വിധിച്ച് റെക്ടിഫൈ ചെയ്യുന്ന ആ വീണ്ടെടുപ്പില്ലേ, അത് ഭയങ്കര സങ്കീർണമല്ലേ. എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞ് സിമ്പിളാക്കിയാൽ മതിയായിരുന്നല്ലേ? സിമ്പിളല്ല. എല്ലാം സാധ്യമാണ്, എല്ലാം സിമ്പിളല്ലേ. ഞാൻ എന്താ ഇപ്പോൾ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ട സിമ്പിളാക്കാവേ, പക്ഷെ ദൈവം സിമ്പിളാക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ നീതിബോധമാണ്. അതുപോലെ തന്നെയാണ് ദൈവം നമ്മളുടെയൊക്കെയെന്നും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി അവരുടെ നട്ടലിങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു. അവർ 2 പ്രാവശ്യം മെഡിക്കലിൽ അവർ റിജക്റ്റഡായി. 3ാമത്തെ പ്രാവശ്യം അവൾ മെഡിക്കലിൽ വന്ന് എന്താ വെച്ചാൽ ഈശോയോട് പറയും, ഈശോ, എൻ്റെ നട്ടിൽ വളഞ്ഞതാണെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. അപ്പോൾ ചിലപ്പോൾ ഈ സമയത്ത് ഞാൻ മെഡിക്കൽ റിജക്റ്റ് ആകും. പക്ഷേ എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട്. ഞാൻ റിജക്റ്റ് ആയാലും ശരി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ വേറെ മാർഗങ്ങളും ഇല്ല. പക്ഷെ ഞാൻ റിജക്റ്റ് ആയാലും ശരി, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കളങ്കവും ഉണ്ടാകത്തില്ലെന്ന് പറയും. അപ്പോഴെന്താ, ആ ഒറ്റ സംഭവം വളഞ്ഞുപോയ നട്ടല് ആ ഒറ്റ ടെസ്റ്റിൽ നേരെയായി. ഇപ്പം സിമ്പിളാണ് ദൈവത്തിന്. പക്ഷേ എന്താ പ്രശ്നം? അതിനകത്ത് അവൾ എന്താ പറഞ്ഞിരിക്കണത്? അവൾ അതിൻ്റെ അകത്ത്, ആ പ്രെയറിൻ്റെ അകത്ത് ഒരു സത്യസന്ധത സാധാരണ ആൾക്കാർക്ക് കിട്ടാത്തൊരു സാധനമാണ്. അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരും, പ്രാർത്ഥന കുറയും, വചന വായന കുറയും, ദൈവത്തോട് ബന്ധപ്പെട്ട ആത്മീയമായ എല്ലാ വിഷയങ്ങളും കുറയും. അപ്പോൾ ഇവളത് നേരത്തെ മുൻകൂർ ജ്ഞാനവരം ഉള്ളത് കൊണ്ട് അവൾ മനസ്സിലാക്കി, കർത്താവ്, എനിക്കതിന് കുഴപ്പമുണ്ടെങ്കിലും അത് എൻ്റെ കുഴപ്പം മാത്രമായിരിക്കും, അത് ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല. പക്ഷെ എനിക്ക് നിന്റെ സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കത്തില്ല. ഉടമ്പടി ഇപ്പോൾ വളർന്ന് മനുഷ്യരെ ശരിക്കും വളർന്ന വലിയ ആൾക്കാരെ ഉടമ്പടിയിലൂടെ ഇപ്പോൾ ഉടമ്പടി നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ഈടിറ്റ ദൈവിക മനുഷ്യരെ ഉടമ്പടി ലോകത്തിന് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയൊരു ആധ്യാത്മികമായ മുന്നേറ്റ കാലത്താണ് നീ ജീവിക്കണമെന്ന് ഓർക്കണം. ദൈവതിരുസന്നിധിയിൽ എല്ലാം സാധ്യമാണ് എന്ന ഒന്നും ലളിതമാക്കാത്ത ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാക്സിമമായിട്ട് ദൈവതിരുസന്നിധി ചെയ്യാൻ പറ്റുന്നത് വിശ്വാസത്തിൻ്റെ വിലയായിട്ട് ചെയ്ത് ശരിക്കും ദൈവമായിട്ട് വിഷയത്തെക്കാൾ വ്യക്തിക്കുള്ള ഉണ്ടാകുന്നൊരു ബന്ധത്തിൻ്റെ രീതിയിലേക്ക് വരാൻ ശ്രമിച്ചാൽ നമുക്ക്
ദൈവ തിരുസന്നിധിയിലെ ഈസി ആയിട്ടുള്ള ഒരു റിലേഷനും കൊടുക്ക വാങ്ങലുകളും ട്രാൻസാക്ഷനും പിന്നെ സ്മൂത്ത് ആൻഡ് ഈസി റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവശ്യപ്പെടുമ്പോൾ, കൂടുതൽ വെയിറ്റേജുള്ള പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ദൈവത്തിന് ഒരു അസസ്മെൻ്റ് വരുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ കഴിയണം. എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പ്രാർത്ഥന ലളിതമായിരിക്കും. അതുപോലെ ആധ്യാത്മിക ജീവിതവും ലളിതമായിരിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അമ്മയ്ക്കും 1000 നന്ദി. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒട്ടും യോഗ്യതയില്ലാതിരുന്നിട്ടും എന്നെ ഇവിടം വരെ കയറ്റി നിർത്തിയതിന് അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ ആദ്യമായി പറയുന്നു. എൻ്റെ പേര് രമ്യ രവീന്ദ്രൻ. ഞാനൊരു അക്രൈസ്തവയാണ്. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന സ്ഥലത്താണ്. ബേസിക്കലി ഞാനൊരു നേഴ്സാണ്. 2014 വരെ ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് 2014 ആയപ്പോൾ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു പോയിരുന്നു. എനിക്ക് 3 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയൊക്കെ ആയിരുന്നു, ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്ത് വന്നു. എൻ്റെ ഹസ്ബൻഡ് അവിടെ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്തു. അവിടെ പെപ്സിയിലൊരു നല്ല കമ്പനിയിലെ ജോലിയായിരുന്നു. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും യാതൊരു ക്ലേശങ്ങളും ആ സമയത്തില്ലായിരുന്നു. ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം 2019 എൻ്റെ ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹരിപ്പാട് തന്നെ ഒരു ബേക്കറി എടുത്തു. അപ്പം ആ സമയത്തുള്ള പൈസയുടെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഒരു കട 22 ലക്ഷത്തിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പം തന്നെ കയ്യിൽ സാമ്പത്തികം നല്ലപോലെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് കൊടുത്ത് ആ കട വാങ്ങി. കട ആദ്യമൊക്കെ കുഴപ്പമില്ലാതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിന് ശേഷം കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. ആദ്യത്തെ കൊറോണ പ്രശ്നമില്ലായിരുന്നു. രണ്ടാമത്തെ കൊറോണ ആയപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളായി തുടങ്ങി. കാരണം കടയുടെ വാടക തന്നെ 26,000 കൊടുക്കണം. പിന്നെ കറണ്ട് ബില്ല് 20,000 വരും. പിന്നെ അവിടെ 3 സ്റ്റാഫ് ഉണ്ടായിരുന്നു. സ്റ്റാഫിന് ഒരാൾക്ക് 30,000 രൂപ വെച്ചൊരു മാസം കൊടുക്കണം. ജ്യൂസറിന് 800 വെച്ച് ഡെയിലി കൊടുക്കണം. ചായ അടിക്കുന്ന കുട്ടിക്ക് 350 വെച്ച് കൊടുക്കണം. അങ്ങനെ നല്ല സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിറങ്ങേണ്ട അവസ്ഥയായി. കടയിൽ വിറ്റുവരവ് കുറഞ്ഞു വന്നു. അപ്പം ഞങ്ങളുടെ കയ്യിൽ ശരിക്കും പൈസ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ അതിറക്കി അതെല്ലാം പരിഹരിച്ചു പോയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ തീർന്നു തുടങ്ങി. അപ്പം ചെറുതായിട്ട് ഞങ്ങൾ എൻ്റെ മൂത്ത മോൾക്ക് വേണ്ടിയിട്ട് 30 പവൻ്റെ സ്വർണ്ണം ഞങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പണയം വെക്കാൻ തുടങ്ങി. പണയം വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പലിശ അടയ്ക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ പിന്നെ പലിശ എടുത്ത് തുടങ്ങി. അപ്പോഴത്തേക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് ഞങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോഴാണ് ശരിക്കും സമ്പത്തിൻ്റെ വില അന്നേരമാണ് മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കട കൊടുത്ത് നമുക്ക് എവിടെയെങ്കിലും പോകണം. അതുകൊണ്ട് നീ ഒരു നേഴ്സല്ലേ, OET ഒത്തിരി ചാൻസ് ഉണ്ട്, OET ഒന്ന് പഠിക്കും, നമുക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി 8 വർഷമായിട്ട് ഗ്യാപ്പുണ്ട്, ഫീൽഡുമായിട്ടുള്ള എല്ലാ ടച്ചും എനിക്ക് പോയി, എനിക്കിനി ഞാനിനി ഒരിക്കലും ആ ഫീൽഡിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് എന്നെ പ്രോത്സാഹിപ്പിച്ച് പഠിക്കാനാണ്. അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ചേർന്നു. അപ്പോൾ ചേർന്ന സമയത്തൊക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അടയ്ക്കാനുള്ള പൈസയ്ക്കും ഒക്കെ ശരിക്കും ഞങ്ങൾ ബുദ്ധിമുട്ടി. അപ്പം എൻ്റെ കടയിൽ തന്നെ ഉണ്ടായിരുന്ന ജോലി ചെയ്യുന്ന ആ കുട്ടി മിച്ചം വെച്ച് സമ്പാദിച്ച പൈസയിൽ നിന്ന് അതിൽ നിന്ന് തുച്ഛമായ പൈസയായിരുന്നു എനിക്ക് തന്നുകൊണ്ടിരുന്നത്, ഫീസ് അടയ്ക്കാനും ഒക്കെ ആയിട്ട്. അതിൻ്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള പൈസ ആയിരുന്നു അത് തന്നിരുന്നത്. അത് വെച്ചായിരുന്നു ഞാൻ ആ കോഴ്സിന് ചേർന്നതും പഠിച്ചതും കണ്ടിന്യൂ ചെയ്തതും ഒക്കെ. അങ്ങനെ ആദ്യത്തെ എക്സാം എഴുതി ഞാൻ ഫെയിലായി. അപ്പോൾ ഞാൻ ശരിക്കും എല്ലാവരും പറഞ്ഞു 3 മാസം പഠിച്ചാൽ മതി പാസ്സാകുമെന്ന്. പക്ഷേ എനിക്ക് സംശയമായിരുന്നുകൊണ്ട് ഞാൻ 6 മാസം പഠിച്ചു. 3 മാസം ഓൺലൈൻ പഠിച്ചു, 3 മാസം ഓഫ്ലൈൻ പഠിച്ചു. എന്നിട്ട് പോയി എക്സാം എഴുതി. പക്ഷേ ഞാൻ ഫെയിലായി. അപ്പോഴത്തേക്ക് എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. പക്ഷേ അപ്പം സാർമാരും എല്ലാവരും പറഞ്ഞു ഒന്നുകൂടെ ട്രൈ ചെയ്യ്. അങ്ങനെ ഞാൻ വീണ്ടും ഓഫ്ലൈൻ പോയി തുടങ്ങി. രണ്ടാമത് ഞാൻ എക്സാം എഴുതി. ഞാൻ എക്സാം എഴുതി. മെയിലും എഴുതിയപ്പോഴും എനിക്ക് പോയി. എപ്പോഴും എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ എനിക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ കയറി കഴിയുമ്പോൾ പിന്നൊന്നും പറയാൻ കിട്ടില്ലായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സാമ്പത്തികം മുഴുവൻ തീർന്നു. എക്സാമിന് ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാണ്ടായി. ശരിക്കും ഞങ്ങൾ ഒരു തകർന്ന ഒരവസ്ഥയായി. സാമ്പത്തികമായിട്ടും തകർന്നു. നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തി തുടങ്ങി. സഹോദരങ്ങൾ നമ്മളെ മുറിവേൽപ്പിച്ച് തുടങ്ങി. അപ്പം ഞങ്ങൾ ശരിക്കും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒത്തിരി തകർന്നായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ജൂലൈ 9 എക്സാം എഴുതാൻ പോയി. അപ്പം ആ സമയത്തൊക്കെ ശരിക്കും തകർന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം എക്സാം എഴുതുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് തോട്ടപ്പള്ളിയിലുള്ള കുട്ടി എൻ്റെ കൂടെ പഠിച്ചതാണ്. അതിനെൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. അതെന്നെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ചേച്ചി ബുദ്ധിമുട്ടില്ലേ, കേൾക്കണം. ഞാൻ പറഞ്ഞു കേൾക്കാം മോളെ. അന്നേരം പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യ്, നാളെ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, ചേച്ചിക്ക് ഇനി അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടത്തില്ല. ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഉണ്ട്, ചേച്ചിക്ക് അത് ഞാൻ ഗൂഗിളിൽ അയച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് നോക്കി ചെയ്ത് ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് പോകാൻ പറഞ്ഞു.
അപ്പോൾ എൻ്റെ അവസാനത്തെ കച്ചിത്തിരുമ്പായിരുന്നു അത്. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന സകല അമ്പലങ്ങളിലും എല്ലായിടവും പോയി പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എക്സാമിന് പോയി. പക്ഷേ ഒത്തിരി സ്ട്രെസ് ഉണ്ടായിരുന്നത് കൊണ്ടും ഇത് അവസാന അറ്റംപ്റ്റാണ്, ഇനിയൊരു അറ്റംപ്റ്റിനുള്ള ഒരു സാഹചര്യം കയ്യിലില്ലെന്ന് അറിയാവുന്നത് കൊണ്ടും ടെൻഷൻ കൂടുതലായിരുന്നു. ആദ്യം തന്നെ ലിസണിങ്ങിന് കയറിയപ്പോഴേ എനിക്കൊന്നും കേൾക്കുന്നില്ല. ലിസണിങ് എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ ലിസണിങ് അവർ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും എനിക്കത് ഗ്രഹിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ആ ആൻസറിനൊന്നും അല്ല, ജസ്റ്റ് കാണുന്നതിന് വട്ടവിട്ട് പോകുമായിരുന്നു. റീഡിങ്ങിന് കയറിയപ്പോഴും എനിക്ക് വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, മീനിങ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഓഹോ പോയി എൻ്റെ OIT ഇവിടെ തീർന്നു, എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു എന്ന് ഞാൻ ഉറപ്പിച്ചു. അതും ഞാൻ വട്ടവിട്ട് വെച്ചു. റൈറ്റിങ്ങിന് സാറിന് എനിക്ക് 2 പ്രാവശ്യം റൈറ്റിങ്ങിന് നല്ല സ്കോറായിരുന്നു, B സ്കോർ കിട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് എക്സാമിന് അന്നേരം ഇരുന്നിട്ട് എവിടെ നിന്ന് എഴുതി തുടങ്ങണം, എഴുതി തുടങ്ങണം എന്നൊന്നും അറിയത്തില്ല. അവസാനം റൈറ്റിങ്ങും ഞാൻ കുളവാക്കി. അപ്പം മനസ്സിലായി ഓഹോ ഇനി സ്പീക്കിങ്ങിന് ഇരിക്കേണ്ട കാര്യമില്ല, എന്നാലും അറ്റൻഡ് ചെയ്യാതെ പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സ്പീക്കിങ്ങിന് കയറി. സ്പീക്കിങ്ങിന് കയറിയപ്പോൾ തന്നെ എൻ്റെ ഇൻ്റർലോക്യൂട്ടർ എനിക്കറിയില്ല, പുള്ളിയാണ് മുഴുവൻ സംസാരിച്ചത്. കാരണം വെച്ചാൽ ഞാൻ വിക്കി നിൽക്കുകയാണ്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി എൻ്റെ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് മുഴുവൻ പുള്ളി തന്നെ സംസാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ സ്പീക്കിങ് ഞാൻ മിണ്ടാതിരുന്നു, പുള്ളിയായിരുന്നു മുഴുവൻ സംസാരിച്ച. ടാസ്ക് എല്ലാം പുള്ളി കംപ്ലീറ്റ് ചെയ്തു. അപ്പം തന്നെ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, പുള്ളിയുടെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ്, ഇനി എനിക്ക് OIT എഴുതാൻ യോഗമില്ല, ഞാൻ പാസ്സാകത്തില്ല അല്ലേ. കാരണം വെച്ചാൽ ടൈമിന് മുമ്പ് തന്നെ പുള്ളി പറഞ്ഞു തീർത്തു, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 4 മിനിറ്റ് ആകുന്നതിന് മുമ്പേ ടാസ്ക് 2 കംപ്ലീറ്റ് ആയി. ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി ഹോളിൻ്റെ പുറത്ത് വന്ന് നിന്നിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ ആശ്വസിപ്പിച്ചു, പോട്ടെ കുഴപ്പമില്ല എന്ന്. പക്ഷേ എനിക്കറിയാമായിരുന്നു എൻ്റെ സാഹചര്യം, ഇതുകൂടെ കിട്ടിയില്ലെങ്കിൽ എല്ലാം തീർന്നു എന്നും. ഞാൻ ആ കൊല്ലത്തുനിന്ന് എൻ്റെ വീട് വരെ ഞാൻ ഫുൾ ടൈം കരച്ചിലായിരുന്നു. വീട്ടിൽ വന്നിട്ടും എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും വയ്യ, കരഞ്ഞു തളർന്നു. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പം പറഞ്ഞു ഒരു കാര്യം ചേച്ചിക്ക് പറ്റുവാണെങ്കിൽ കൃപാസനം വരെ ഒന്ന് ചെല്ല്, അവിടെ ചെന്ന് അച്ഛൻ ഒന്ന് തലയിൽ കൈതൊട്ട് പ്രാർത്ഥിച്ചാൽ ചേച്ചി ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തിലും വിശ്വാസമുള്ള പുള്ളിയല്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ വന്നാൽ പോലും പുള്ളി പുറത്ത് നിന്നിട്ട് നിങ്ങൾ പോയിട്ട് വരുമെന്നേ പറയത്തുള്ളൂ, ഒരിക്കലും അമ്പലത്തിനകത്ത് കയറിയില്ലായിരുന്നു. അപ്പോൾ എനിക്കറിയാം പുള്ളി എൻ്റെ കൂടെ വരുത്തിയില്ല. പിന്നെ എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ വരാം, എൻ്റെ കൂടെ വന്നു. അപ്പം ഞാൻ കരുതി പുള്ളി റോഡ് നിൽക്കും എന്നോട്. അപ്പം ഞങ്ങൾക്ക് വരുമ്പോൾ അറിയില്ലായിരുന്നു ഇത്രയും ദൂരം എന്ന്. ഞങ്ങൾ സ്കൂട്ടറിൽ വന്ന് തോട്ടപ്പള്ളിയിലായിരിക്കുമെന്ന് കരുതി. അവിടെ വന്ന് ഫ്രണ്ടിനെ വിളിച്ചും പറഞ്ഞു അവിടെ അല്ല, ചേർത്തല വരെ പോകണമെന്ന്. അപ്പം പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോയിട്ട് ഒരു ദിവസം വരാം. ഞാൻ പറഞ്ഞു പറ്റില്ല, ഇറങ്ങിയതല്ലേ, ഇവിടം വരെ വന്നിട്ടേ പോകുന്നുള്ളൂ. ഇവിടെ വന്നു, ഹസ്ബൻഡ് എൻ്റെ കൂടെ അകത്ത് വന്നു. അപ്പോൾ ഇവിടെ നിറയെ ആൾക്കാരെ കണ്ടു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനിവിടെ കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കരയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചേച്ചിമാരെന്നെ ആശ്വസിപ്പിച്ചു, മാതാവിൻ്റെ അടുക്ക പോയി സാധിക്കും എല്ലാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരയുന്ന കണ്ടിട്ട് അച്ഛൻ വന്നിട്ട് ചോദിച്ചു എന്ത് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇതേപോലെയാണ്, ഈ എക്സാം ഞാൻ പാസ്സായില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല, എല്ലാം തകർന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു വിഷമിക്കേണ്ട, മാതാവിൻ്റെ അടുക്ക ചെന്ന് അവിടെ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞ് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിവിടെ വന്നു, ഹസ്ബൻഡിൻ്റെ കൂടെ വന്നു. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നത് ഒരു കുട്ടി OIT പാസ്സായ കാര്യമായിരുന്നു. OIT അതത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും 6ാമത്തെ വട്ടം ഇവിടെ ഉടമ്പടി എടുത്തപ്പോഴാണ് അത് പാസ്സായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി. ഞാൻ ഇതുവഴി മാതാവിൻ്റെ രൂപം കൊണ്ട് വരുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ മുഴുക്കെ ഇവിടെയായിരുന്നു, ആ കുട്ടി എന്താ പറയുന്നതെന്ന്, അതെങ്ങനെ പാസ്സായി എന്നായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത് മുഴുക്കെ. എന്നിട്ട് ഞാനിവിടെ വന്നെല്ലാം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി. അപ്പം പിറ്റേന്ന് മുതൽ ഞങ്ങൾ സാക്ഷ്യം നല്ലപോലെ കേൾക്കുമായിരുന്നു. ഞാൻ രാവിലെ കിച്ചണിൽ കയറുമ്പോൾ ഒരു 5:30 ആകുമ്പോൾ കയറും, ഒരു 7 മണി വരെ ഞാൻ ഫുൾ ടൈം ഞാൻ സാക്ഷ്യം കേൾക്കുമായിരുന്നു. സാക്ഷ്യം കേൾക്കുമ്പോഴാണ് എനിക്ക് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊക്കെ മനസ്സിലായത്. അപ്പം അങ്ങനെ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിച്ച് വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ 14ാമത്തെ ദിവസമാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. 28-ാം തീയതി എനിക്ക് റിസൾട്ട് വരുവാണോ, 28. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ വിഷമിക്കേണ്ട, നമുക്ക് പള്ളിയിൽ പോയിട്ട് റിസൾട്ട് നോക്കിയാൽ മതി, ഇവിടെ വെച്ച് നോക്കണ്ടെന്നു. രാവിലെ 8:30 ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു, റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട, പള്ളിയിൽ പോകാം നമുക്ക്. ഞങ്ങൾ അന്നേരം തന്നെ ഒരുങ്ങി ഇവിടെ വന്നു. ചൊവ്വാഴ്ചയായിരുന്നു, പക്ഷേ ഇവിടെ ധ്യാനമില്ലായിരുന്നു, കൊന്ത ചൊല്ലുന്ന ജപമാല സമർപ്പണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ജപമാലയ്ക്ക് കൂടി. എനിക്ക് ഇവിടെ വന്നിട്ടും ഇവിടെ ഇരുന്നിട്ടും എനിക്ക് റിസൾട്ട് തുറന്ന് നോക്കാൻ പേടിയായിരുന്നു. ഒരു ജപമാല മുഴുവൻ ചൊല്ലി തീർന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് തുറന്ന് നോക്കുമെന്ന്. ഞാനപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കൈയൊക്കെ വിറച്ചിട്ട് ഞാൻ മെയിൽ തുറന്ന് നോക്കിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കരയുക. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നതുകൊണ്ട് കാണാൻ ഞാൻ കരയുന്നു. അപ്പോൾ ഹസ്ബൻഡ് കരുതി ഓഹോ ഇതും പോയി കാണുമെന്ന്. പക്ഷേ ആ റിസൾട്ട് ഞാൻ പാസ്സായി. എനിക്കത് UK സ്കോറായിരുന്നു കിട്ടിയത്. ആ സന്തോഷം കൊണ്ടായിരുന്നു ഞാൻ അന്നേരം ഇവിടെ ഇരുന്ന് കരഞ്ഞത്. പിന്നെ അങ്ങോട്ടുള്ള ഓരോ നിമിഷത്തിലും മാതാവ് കൂടെ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് എനിക്ക് ഗ്യാപ്പ് ആയിരുന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ കയറണം. അപ്പം ഞാൻ ആ വണ്ടാനത്തായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ വണ്ടാനം ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു എനിക്ക് വോളണ്ടറി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അവിടെ വേക്കൻസി ഇല്ല, വേക്കൻസി ആകുമ്പോൾ അറിയിക്കാം, മാത്രമല്ല 3500 രൂപ അവിടെ കെട്ടണം, പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്, റിട്ടൺ എക്സാം ഉണ്ട്, പ്രാക്ടിക്കലുണ്ട്, ഇതൊക്കെ പാസ്സാകണം, എന്നാലേ വോളണ്ടറി ആയിട്ട് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായി. 8 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആകുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ വീടിനോട് ചേർന്നാണ് താലൂക്ക് ഹോസ്പിറ്റൽ, അവിടെ ഒന്ന് പോയി നമുക്ക് ചോദിച്ചാലോ എന്ന്. അപ്പം സാക്ഷ്യത്തിൽ എല്ലാവരും പറഞ്ഞ് കേൾക്കുമായിരുന്നു എവിടെ പോയാലും ഈ കാശ് രൂപ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മാതാവ് കൂടെ കാണുമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫയലും ഒക്കെ ആയിട്ട് ഹസ്ബൻഡുമായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നു.
ചെന്നു കാശുരൂപം കൈ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിതേപോലെ OET പാസ്സായി, എനിക്ക് 6 മാസം ഇവിടെ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യണം, 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. മെഡിക്കൽ സൂപ്രണ്ട് ജസ്റ്റ് എൻ്റെ ഫയലെല്ലാം ഒന്ന് മറിച്ച് നോക്കി. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച ഈ ഫയലിനകത്തുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പിയായിട്ട് തിങ്കളാഴ്ച രാവിലെ വന്ന് ജോയിൻ ചെയ്തോളാനെന്ന്. സത്യമായിട്ടും എനിക്കറിയാം മാതാവ് ഒരാൾ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരു ഇൻ്റർവ്യൂവോ ഒരു റിട്ടൺ എക്സാമോ ഒരു പ്രാക്ടിക്കലോ ഇല്ലാതെ അന്നേരം എന്നെ തിരഞ്ഞെടുത്തത്. എനിക്ക് റിട്ടൺ എക്സാമോ പ്രാക്ടിക്കലോ നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഫെയിലാകുമായിരുന്നു. കാരണം എനിക്ക് നഴ്സിംഗ് മുഴുവൻ മറന്നുപോയിരുന്നു. ശരിക്കും മാതാവ് എന്നെ തുണച്ചതുകൊണ്ടാണ് ആ സമയത്ത് എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത്. അതിനുശേഷവും പിന്നീട് എനിക്ക് ഗ്യാപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ വേറൊരു ഹോസ്പിറ്റലിൽ നേരത്തെ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾ പഠിപ്പിച്ചിരുന്ന കോളേജ് ഓഫ് നഴ്സിംഗ് അടച്ചുപൂട്ടി, അതുകൊണ്ട് ട്യൂട്ടർ പോസ്റ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ അവിടുന്ന് നേരത്തെ പോയപ്പോൾ അവരെനിക്ക് സ്റ്റാഫ് നഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നിട്ടായിരുന്നു എന്നെ വിട്ടിരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ രജിസ്റ്ററിൽ എൻ്റെ നമ്പറുണ്ട്, എനിക്കൊരു സ്റ്റാഫ് നഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് തരണം. ഞാൻ കെഞ്ചി കാല് പിടിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു പറ്റത്തില്ല, കാരണം എൻ്റെ ഏജൻസി പറഞ്ഞു 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാതെ ഇനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഞാൻ അവിടുന്ന് ഒത്തിരി സങ്കടപ്പെട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ അന്ന് ഞാൻ ഈ കാശുരൂപം കയ്യിലെടുത്തിട്ടില്ലായിരുന്നു. തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഈ കാശുരൂപമായിട്ട് ഞാൻ അവിടെ ചെന്നു. ആ ആളുടെ അടുക്ക ചെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം, സ്റ്റാഫ് നഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പുള്ളി എന്നെ ഒന്ന് നോക്കിയിട്ട് എൻ്റെ ഫയൽ മേടിച്ച് തുറന്ന് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു എത്ര വർഷത്തെ സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വായിൽ വന്നത് 3 വർഷമെന്നായിരുന്നു. ഞാൻ പെട്ടെന്ന് 3 വർഷമെന്ന് പറഞ്ഞു. പുള്ളി അന്നേരം തന്നെ എൻട്രി ചെയ്തു. അന്നേരം തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. അപ്പം ഞങ്ങൾക്ക് ശരിക്കും അത്ഭുതം തോന്നി. തരത്തില്ല എന്ന് പറഞ്ഞ സാധനം നിമിഷ നേരം കൊണ്ട് ഞങ്ങൾക്ക് തന്നു. പക്ഷേ അതുമായിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു തന്നല്ലേ എന്തായാലും, അപ്പോൾ പിന്നെ നിനക്ക് 4 വർഷം ചോദിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെങ്ങനെ 4 വർഷം തന്നില്ലായിരുന്നെങ്കിലോ എന്ന് ഓർത്ത്. പക്ഷേ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് അന്നേരം ഓപ്പൺ ചെയ്ത് നോക്കുന്നത് വീട്ടിൽ വന്നിട്ടാണ്. നോക്കിയപ്പോൾ എനിക്ക് തന്നത് 4 വർഷത്തെ സർട്ടിഫിക്കറ്റാണ്. ഞാൻ ചോദിച്ചതുപോലും അല്ല, എനിക്ക് 4 വർഷത്തെ സർട്ടിഫിക്കറ്റായിരുന്നു ആവശ്യം. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നു. അത് ഞാൻ ഈ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് പോയതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് നെഞ്ചുവേദന വരുമായിരുന്നു എപ്പോഴും. കാരണം വെച്ചാൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി, ഒത്തിരി ടെൻഷനുകളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് BP ഉള്ളതാണ്, 15 വർഷമായിട്ട് കൊളസ്ട്രോളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നു. അത് എന്നും രാത്രി മിക്ക ദിവസങ്ങളിലും നെഞ്ചുവേദന കൂടിയിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ എന്നും കാഷ്വാലിറ്റി കൊണ്ടുപോകലായിരുന്നു ഞങ്ങളുടെ സ്ഥിരം ജോലി. അവിടെ കൊണ്ട് ചെന്ന് ECG എടുക്കുമ്പോൾ വേരിയേഷൻ കാണും, അവിടെ കിടക്കാൻ പറയും. കുറച്ച് നേരം കിടക്കുമ്പോൾ ഹസ്ബൻഡ് അത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അതായിരുന്നു സ്ഥിരം സംഭവിച്ചുകൊണ്ടിരുന്നത്. വെച്ചാൽ ഹസ്ബൻഡ് അറിയാം ഈ ടെൻഷനുകളും സാമ്പത്തിക പ്രശ്നങ്ങളും മാറാതെ ഒരിക്കലും ഹസ്ബൻഡ് നെഞ്ചുവേദന മാറാൻ പോകുന്നില്ല എന്ന്. പക്ഷേ ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും പറയും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് മാറാവ്യാധിയും മാറുമെന്ന്. അപ്പോൾ ഞാൻ എന്നും ഹസ്ബൻഡിൻ്റെ ഹൃദയത്തിൻ്റെ അവിടെ ഞാൻ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശേഷം ഇന്നേ വരെ ഒരു രാത്രി പോലും എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് നെഞ്ചുവേദനയായിട്ട് കാഷ്വാലിറ്റി പോയിന്റ് വന്നിട്ടില്ല. ഇന്നേ വരെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു നെഞ്ചുവേദന പറഞ്ഞിട്ടുമില്ല. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഇടത് കൈക്ക് ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കൊണ്ട് കാണിച്ചു. കാരണം ഹസ്ബൻഡ് അത് കൈ പൊക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പെയിനാണ്, ഈ കൈക്ക് സ്വാധീനക്കുറവ് പോലെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ എല്ലിന് തേയ്മാനമുണ്ട്, മാത്രമല്ല അവിടെ ഒന്നിലൊരു സർജറി ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലാതെ ആ കൈ ശരിയാകില്ല, ഇനി ഈ കൈ പെർമനൻ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും വിഷമത്തിലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് സർജറി ചെയ്യാനോ ഇഞ്ചക്ഷൻ എടുക്കാനോ കൂട്ടാക്കിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ഈ ഉടമ്പടി തൈലം വെച്ച് ഞാൻ എന്നും വൈകുന്നേരം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴും ആ തടിപ്പ് അവിടെ ഉണ്ട്, പക്ഷേങ്കിൽ ആ കൈക്ക് ഇപ്പം വേദനയില്ല. ആ കൈ വെച്ച് പുഷപ്പ് വരെ ചെയ്യും, ഒരു വേദനയുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് ആ കൈ എത്ര ഉയരത്തി വേണേലും ഇപ്പോൾ പൊക്കാനും പറ്റും. അതും വേറൊരു സാക്ഷ്യമായിരുന്നു. പിന്നീട് എനിക്ക് എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് എൻ്റെ സൗദിയുടെ PCC വേണമെന്ന് പറഞ്ഞു, പോലീസ് ക്ലിയറൻസ്. അപ്പോൾ അതിനെനിക്ക് വേണ്ടിയിരുന്നത് അവിടെ ഞാൻ റെസിഡൻ്റായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ റെസിഡൻറ്റ് പെർമിറ്റ്, അതെന്ന് വെച്ചാൽ ഇക്കാമ വേണമെന്നായിരുന്നു. പക്ഷേ നമ്മൾ റിസൈൻ ചെയ്ത് വരുമ്പോൾ ഇക്കാമ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടാണ് എക്സിറ്റ് അടിച്ച് വരുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ഇക്കാമ ഇല്ല അത്. അപ്പോൾ അവർ പറഞ്ഞു അതിന് കോപ്പി ആയാലും മതി, കോപ്പി ഇല്ലാതെ PCC ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് UK പ്രോസസ്സ് നടക്കത്തില്ല, സൗദി PCC ഇല്ല, നിങ്ങൾക്ക് പോകാനും പറ്റില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം ജീവിതത്തിലെ ഒരേ ഒരു പ്രതീക്ഷ ഈ ജോലിയാണ്. ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അന്നൊരു ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. അത് എഡ്യൂക്കേഷനിൽ PhD എടുത്ത ഒരു അങ്കിൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ആ അങ്കിള് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൽ എന്തോ ഒരു ജോലി കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഫുൾ സർട്ടിഫിക്കറ്റ് SSLC മുതലുള്ളത് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഗവൺമെൻറ്റിൽ. അപ്പോൾ അങ്കിളുടെ എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടി, പ്രീ ഡിഗ്രി മാത്രം കാണുന്നില്ല. അപ്പം അങ്കിളിന് ഭയങ്കര സങ്കടമായി. അന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരണേന്ന് മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് കാണിച്ചു കൊടുത്തു. ആ അങ്കിളിൻ്റെ ഡ്രോയറിനകത്ത് ഒരു ഡയറി ഇരിപ്പുണ്ടെന്നും ഡയറിക്കകത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും കാണിച്ചു കൊടുത്തു. അങ്കിൾ അന്നേരം തന്നെ ഓടിപ്പോയി നോക്കിയപ്പം അവിടെ ഒരു ഡയറി ഉണ്ടായിരുന്നു, ഡയറിക്കകത്ത് ആ സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു. അത് കേട്ട
കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരിക്കൽ പോലും ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടില്ല എൻ്റെ ഇക്കാമയ്ക്ക്. എനിക്കത് ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനമില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസം വന്നു, എൻ്റെ മാതാവ് അത് എനിക്ക് എവിടെന്നെങ്കിലും ഉണ്ടാക്കി തരുമെന്ന്. ഞാനും തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു, സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് തപ്പി നോക്കാം, എവിടെയെങ്കിലും കാണും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര വിശ്വാസമാണ് ഇപ്പോൾ മാതാവിനെ. എന്ത് പറഞ്ഞാലും മാതാവ് സാധിച്ചു തരുമെന്ന് പറഞ്ഞ് ഞാനൊരു സംശയം പറഞ്ഞാലും ഹസ്ബൻഡ് പറയും മാതാവ് സാധിച്ചു തരുമെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പഴയ പെട്ടിയെല്ലാം തുറന്നു നോക്കിയ സമയത്ത് എൻ്റെ മൂത്ത മകൾ ഇപ്പോൾ 10ലാണ് പഠിക്കുന്നത്. അന്ന് എൻ്റെ മകൾ സൗദിയിൽ വെച്ച് LKG സ്കൂളിൽ അഡ്മിഷൻ മേടിക്കാൻ പോയ സമയത്ത് ഒരു ഫയൽ ഉണ്ടായിരുന്നു. ആ ഫയലിനകത്ത് അച്ഛൻ്റെ അമ്മയുടെയും ഇക്കാമ്മയുടെ കോപ്പി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അങ്ങനെ ഒരു ഫയലും ആ കോപ്പിയും. പക്ഷേ ആ ഫയൽ തുറന്നു നോക്കി, എൻ്റെ മകൾക്ക് 15 വയസ്സുണ്ട് ഇപ്പോഴും. പക്ഷേ ആ സർട്ടിഫിക്കറ്റിന് ഒരു കേട് സംഭവിച്ചിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള ഇക്കാമ്മയുടെ കോപ്പി എനിക്ക് ആ ഫയലിനകത്തുനിന്ന് കിട്ടി. അതെനിക്ക് എൻ്റെ മാതാവ് കാണിച്ചു തന്നതായിരുന്നു അത് അവിടെ ഉണ്ടെന്നുള്ള കാര്യം. അതേപോലെ അതിനുശേഷം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു UK ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടെൻഷൻ കയറി കഴിഞ്ഞാൽ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ തലയിൽ ഒരു വെള്ള പുക മാത്രം, ഒന്നും ഓർമ്മ വരില്ല. അപ്പം എൻ്റെ ഏജൻസിയിലുള്ളവർ എന്നെ ഒത്തിരി പഠിപ്പിച്ചു തന്നു ഇങ്ങനെയൊക്കെ പറയണമെന്ന്. പക്ഷേ എനിക്കറിയാം സമയം വരുമ്പോൾ ടെൻഷൻ കയറുമ്പോൾ ഞാൻ ഒന്നും പറയത്തില്ലെന്ന്. അപ്പം ഞാൻ തലേ ദിവസം ഞാൻ ഇവിടെ വന്നു, ജോസഫ് അച്ഛനെ കണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇൻ്റർവ്യൂ ആണ്, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, വിറച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പറയത്തില്ല, ഞാൻ ഇൻ്റർവ്യൂ ഫെയിൽ ആകരുതെന്ന് പറഞ്ഞു. അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നിട്ട് പറഞ്ഞു ഇത് കയ്യിൽ വെച്ചുകൊണ്ട് നീ ഇൻ്റർവ്യൂവിന് കയറിക്കോളാൻ പറഞ്ഞു. അത് വിശ്വസിച്ച് ഞാൻ വന്നു. പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിൻ്റെ സമയമായി. എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കൊന്ത വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അകത്ത് കയറി. അതിന് മുമ്പ് ഉടമ്പടി തൈലം വെച്ച് ഞാൻ കുരിശ് വരച്ചു, കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ചു. ഇവിടുന്ന് മേടിച്ച മാതാവിൻ്റെ രൂപം എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് തേൻ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ കുടിച്ചു. അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. ഇൻ്റർവ്യൂവിന് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പറഞ്ഞ ഒന്നുപോലും മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് എനിക്കൊന്നും ക്ലിയർ ആകുന്ന പോലുമില്ല. പക്ഷേ എനിക്കറിയില്ല, ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ 40 വയസ്സുണ്ട്. എൻ്റെ ഈ 40ാമത്തെ വയസ്സിനിടയ്ക്ക് ഞാൻ ഇത്ര ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ല. ഇത്ര നല്ലപോലെ ഫ്ലുവൻ്റായിട്ട് നിർത്താതെ ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ അത്രയും സംസാരിച്ചത്. അരമണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അരമണിക്കൂറത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവരെന്നോട് ഗ്രേറ്റ് എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ അവിടെ എന്താ പറഞ്ഞത്, എന്താണ് സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ഗ്രേറ്റ് എന്നാണ് പറഞ്ഞത്. അവരെന്നോട് ചോദിച്ചു എന്നത്തേക്ക് നിനക്ക് വരാൻ പറ്റും ഹോസ്പിറ്റലിലേക്കെന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം. ശരിക്കും എൻ്റെ മാതാവ് എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മാതാവ് എൻ്റെ നാവിലും എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ ബുദ്ധിയിലും എല്ലായിടും എൻ്റെ മാതാവ് തെളിഞ്ഞു നിന്നതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ എനിക്ക് അത്രയ്ക്ക് വൃത്തിക്ക് പറയാൻ പറ്റിയത്. അന്ന് രാത്രി 12 മണിക്ക് മുമ്പ് തന്നെ എനിക്ക് ഓഫർ ലെറ്ററും വന്നു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് വേറെ ഒരു സാക്ഷ്യം കൂടി പറയാനുള്ളത്, അത് ഇപ്പോഴെങ്ങും ഉള്ളതല്ല, 2011 നടന്നതാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിനൊക്കെ മുമ്പ് അന്ന് നടന്നതാണ്. അന്ന് എനിക്ക് ഈ പള്ളിയെക്കുറിച്ചോ കൃപാസനത്തിനെക്കുറിച്ചോ പ്രത്യേകിച്ച് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് 7 മാസമായപ്പോൾ എൻ്റെ മകളെ ഞാൻ ഗർഭിണിയായിരുന്നു, 2ാമത്തെ മകളെ 7 മാസമായിട്ടേ ഉള്ളായിരുന്നു. അപ്പം അന്നൊരു ദിവസം എൻ്റെ ഒരു പേഷ്യൻറ്റ് ഭയങ്കര സിക്കായിരുന്നു. അപ്പോൾ ആ പേഷ്യൻറ്റിനെ ഇപ്പം കൊണ്ട് ഞാൻ ട്രോളി പുഷ് ചെയ്യുകയും പേഷ്യൻറ്റിനെ കൊണ്ട് MRIക്ക് പോവുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സിക്കായിപ്പോയി. അപ്പം എൻ്റെ പേഷ്യൻറ്റ് സിക്കായി, പേഷ്യൻറ്റിനെ ഞാൻ സർജറിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാതായി. അപ്പം ഞാൻ എൻ്റെ വാടി പറഞ്ഞപ്പോൾ എന്നോട് ഡ്യൂട്ടിയിൽ നിന്ന് ലീവ് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കാഷ്വാലിറ്റി ലീവ് എടുക്കാൻ ചെന്നു. അപ്പോൾ സാധാരണ സ്റ്റാഫ് ചെല്ലുമ്പം അവർ ലീവ് എഴുതി തന്നു വിടും. അന്നൊരു മലയാളി സ്റ്റാഫായിരുന്നു കാഷ്വാലിറ്റിയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഇവിടം വരെ വന്നതല്ലേ, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നെ കയറ്റി കിടത്തി ഹാർട്ട് റേറ്റ് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് എമർജൻസി സർജറി വേണമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു എന്നെ സർജറിക്ക് എടുക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് കാര്യം പോലും മനസ്സിലായില്ല എന്തുവന്ന്, അത്രയും പറഞ്ഞു. അവരെന്നെ പെട്ടെന്ന് പുഷ് ചെയ്തു ഒറ്റിയിലേക്ക്. പെട്ടെന്ന് തന്നെ എന്നെ സർജറി ചെയ്തു. എൻ്റെ കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നില്ല കുറേ നേരം. അപ്പം ഞാൻ അത് കണ്ടിട്ട് ഞാൻ ഒറ്റ ടേബിളിൽ കിടന്ന് ഞാൻ കരയുകയാണ്, എൻ്റെ കുഞ്ഞ് കരയുന്നില്ല. കുഞ്ഞിനെ കുറേ നേരം അവർ നെഞ്ചത്തടിച്ച് കുറേ ബുദ്ധിമുട്ടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങിയത്. അപ്പോൾ തന്നെ അവർ ICUയിലേക്ക് എൻ്റെ കുഞ്ഞിനെ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞ് ചെറുതായിട്ടൊന്ന് കരഞ്ഞാൽ പോലും ചുണ്ടും ചെവി, കൈ, പാദം എല്ലാം കരിനീല കളറാകുമായിരുന്നു. കുഞ്ഞിന് കരയാൻ പറ്റത്തില്ല, കരഞ്ഞ ഉടനെ ശ്വാസം കിട്ടത്തില്ല. അപ്പോൾ ബോഡിയിൽ ഓക്സിജൻ കുറഞ്ഞിട്ട് പെട്ടെന്ന് സൈനോസിസ് പോലെ ബോഡി ഫുള്ള് ബ്ലൂയിഷ് ആകുമായിരുന്നു. അപ്പം നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു മലയാളി ഹോസ്പിറ്റലുണ്ട്. സിക്കാകുമ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് ഓടി അവിടേക്ക് കൊണ്ടുപോകും, അവിടെ കൊണ്ട് ചെക്കപ്പ് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ 3-4 വട്ടമായി കഴിഞ്ഞപ്പം ആ ഡോക്ടർ, മലയാളിയായിരുന്നു ഡോക്ടർ, പറഞ്ഞു കുഞ്ഞിന് ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട്, കുഞ്ഞിനൊരു എക്കോ ചെയ്യേണ്ടി വരും, എക്കോ ചെയ്താലേ അറിയത്തുള്ളൂ കുഞ്ഞിന് എന്താണ് ഹാർട്ടിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു. ഇത് വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായി, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അന്ന് എന്നെയും കുഞ്ഞിനെ നോക്കാനുണ്ടായിരുന്നത് ഇവിടെ ഉള്ള ഒരു ചേച്ചിയായിരുന്നു. ചേച്ചിയുടെ വീട് അർത്തുങ്കലാണ്. ഞങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു. എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, ഞാൻ പ്രാർത്ഥിക്കാം മാതാവിനോടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ കയ്യിൽ എടുത്ത് പിടിച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞിനെ മാതാവിന് ഉടമ്പടി കുഞ്ഞിനെ അടിമ വെച്ചേക്കാം, ഈ കുഞ്ഞിൻ്റെ എല്ലാ അസുഖവും മാറ്റി കൊടുക്കണേന്ന്.
അപ്പോൾ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലീവ് കിട്ടി, ഞങ്ങൾ നാട്ടിൽ വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഹരിപ്പാടേക്ക് പോകുന്ന വഴി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അർത്തങ്കൽ ഇവിടെ വരുമ്പോൾ കലവൂര് വന്ന് ഈ പള്ളിയിൽ വന്ന് കുഞ്ഞിന് അടിമ വെച്ചിട്ടേ പോകാവുള്ളെന്ന്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി. അന്ന് ഇങ്ങനെ അല്ലായിരുന്നു പള്ളി, ഫ്രണ്ടിലൊരു വലിയ മാതാവിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിറയെ ആൾക്കാർ മെഴുകുതിരി കത്തിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതുവഴി ഇവിടെ വന്നു പറഞ്ഞു, ഞങ്ങളിങ്ങനെ സൗദിയിൽ നിന്ന് വരുവാണ്, കുഞ്ഞിനെ ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനകത്തുണ്ടായിരുന്നു. അച്ഛൻ ഇറങ്ങി വന്നു. എന്നോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ പൊതിഞ്ഞിരിക്കുന്ന തുണി മാറ്റിയിട്ട് കുഞ്ഞിനെ ഇവിടോട്ട് കിടത്താൻ പറഞ്ഞു. ഞാൻ ആൾത്താരയുടെ സൈഡിലോട്ട് കിടത്തി. അച്ഛൻ പ്രാർത്ഥിച്ചു, വെള്ളം തളിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരല്ലേ, എല്ലാം ദൈവം എത്ര നന്മ ചെയ്തു തന്നു കഴിഞ്ഞാലും നമ്മളതൊക്കെ മറന്നുപോകും. ഞങ്ങൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ വന്ന സന്തോഷത്തിലെല്ലാം മറന്നുപോയി. പക്ഷേ അതിനുശേഷം ഒരു വട്ടം പോലും കുഞ്ഞ് കരഞ്ഞിട്ട് ശരീരത്തിൽ എവിടെയും ഒരു നീല കളറായില്ല. പക്ഷേ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യം ഓർത്തില്ല. വെക്കേഷൻ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ അതിനുശേഷം 2014 കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് നിന്നതിന് ശേഷം ഒരു ദിവസം രാത്രി എൻ്റെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് പറഞ്ഞു, കുഞ്ഞിന് സൈനസ് ടാക്കിക്കാർഡിയ, ഹാർട്ട് റേറ്റ് കൂടുതലാണ്, കുഞ്ഞിന് ഹാർട്ടിന് എന്തോ ഇഷ്യൂ ഉണ്ട്, ഒന്ന് എക്കോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പണ്ട് ഞാൻ മാതാവിൻ്റെ അടുക്ക കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. അന്ന് മാതാവ് മാറ്റി തന്നതാണെന്ന് ഞാൻ ഓർത്തു. അപ്പം ഞാൻ പറഞ്ഞു, കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തില്ലേന്ന്. പിറ്റേന്ന് വെളുപ്പിന് ഞങ്ങൾ അമൃതയിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്തു, എക്കോ ചെയ്തു. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, ഇതുവഴി പോയപ്പോൾ മാതാവിനോട് നന്ദി പറഞ്ഞതല്ലാണ്ട് ഇങ്ങോട്ട് കയറുക പോലും ചെയ്തില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ഉടമ്പടി എടുക്കാൻ OIT വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഈ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന പള്ളിയായിരുന്നു ഇത്, എൻ്റെ കുഞ്ഞിനെ അടിമ വെക്കാൻ വന്ന പള്ളിയായിരുന്നു ഇത്, നന്നായിരുന്നു എനിക്ക് മനസ്സിലായത്. ഇത്രയും ഒത്തിരി നന്മകൾ തന്ന മാതാവിന് 1000 നന്ദി പറഞ്ഞാലും തീരില്ല. മാതാവ് ഞങ്ങളെ ഓരോ നിമിഷവും നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ എന്ത് കാര്യത്തിലുണ്ടെങ്കിലും മാതാവ് ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ ചെന്ന് പത്രം കൊടുക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. പരിസരത്തുള്ളവരെല്ലാവരുമാണ് ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ എന്നെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും ഞാനൊരു ഹിന്ദുവാണ്, നാട്ടിലെല്ലാവരും അറിയും എന്നൊക്കെ ഒരു ചമ്മലായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് അതിനു മുമ്പ് അമൃതയിൽ ഒരു മേജർ സർജറി നടന്നിട്ടുണ്ടായിരുന്നു, അബ്ഡോമിനൽ സർജറി. അതിൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ അമൃതയിൽ പോകാൻ നേരത്ത് ഞാൻ ഈ പത്രം എടുത്ത് എൻ്റെ ബാഗിൽ വെച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതെങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല, മാതാവ് എനിക്ക് വഴി കാണിച്ചു തരണം, ഈ പത്രം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പിനെ ഇവിടുത്തെ വണ്ടിക്ക് പോയി 8 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഡോക്ടർ ഇന്ന് ഉച്ചവരെ ലീവാണ്, ഓൾറെഡി അവർ ഇന്നലെ ഞങ്ങളെ വിളിച്ചായിരുന്നു, പക്ഷേ ഞങ്ങളെ കോളിൽ കിട്ടിയില്ല, ഇത് ഇൻഫോം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണെന്ന്. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു, ഇനി ഉച്ചവരെ എന്നെ എടുക്കും, നമ്മളിവിടെ ഇരിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഡോക്ടറിന് വേണ്ടി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ പത്രം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് മാതാവ് എനിക്ക് ഒരുക്കി തന്ന അവസരമാണിതെന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലായത്. ഞാൻ ശരിക്കും ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഞാൻ കൊണ്ട് ഈ പത്രം കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മെയിൻ ലോബിയിൽ ചെന്നു. എനിക്ക് ആരോട് എന്തോ പറയണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മെയിൻ ലോബിയിലോട്ട് ചെന്നു. ഒരു അമ്മ എടുക്ക ചെന്നിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൃപാസനത്തിൽ നിന്നാണ് വരുന്നത്, ഇതേപോലെ ഒരു പത്രം തരാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അമ്മ എന്നോട് പറഞ്ഞു, മോളെ ഞങ്ങൾ വരുന്ന പള്ളിയാണത്, അവിടെ ഉടമ്പടി എടുത്താൽ നടക്കാത്ത കാര്യങ്ങളില്ലെന്ന് പറഞ്ഞു. അമ്മയാണ് എനിക്ക് ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. പക്ഷേ അതിനുശേഷം മറ്റുള്ളവർക്ക് പത്രം വിതരണം ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അന്ന് മുതൽ ഇന്ന് വരെ. പിന്നീട് ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ കയറിയതിന് ശേഷം എൻ്റെ പേഷ്യൻസിന് തന്നെയാണ് ഞാൻ എൻ്റെ പത്രം എപ്പോഴും കൊടുക്കുന്നത്. അവർക്കത് സന്തോഷമാണ്. കിട്ടിയില്ലെങ്കിൽ അവരെന്നോട് ചോദിക്കും, ഒരു മാസം ആകുമ്പോൾ സിസ്റ്ററെ പത്രം കൊണ്ട് തന്നില്ലല്ലോ ഞങ്ങൾക്കെന്ന് പറയുമായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് കട വിറ്റ് കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഞങ്ങളുടെ കടങ്ങളൊക്കെ മാറി. പക്ഷേ ഞങ്ങൾക്ക് വരുമാനമൊന്നുമില്ലായിരുന്നു, ഹസ്ബൻഡിനും ജോലിയില്ല, ഞാൻ വോളണ്ടറി ആയിട്ടാണ് കയറിയത്. അപ്പോൾ എനിക്കും സാലറി ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഇത് എന്ത് ചെയ്യും അറിയത്തില്ലല്ലോ, ഞങ്ങൾക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ സാമ്പത്തികമായിട്ട് എങ്ങനെ പരിഹരിക്കുമെന്ന്. പക്ഷേങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലായില്ല. ഞങ്ങൾ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും അയ്യോ മക്കൾക്ക് ഫീസ് അടയ്ക്കണമല്ലോ എന്ന് പറയുമ്പം എവിടുന്നെങ്കിലും മാതാവ് ആരെങ്കിലും കൊണ്ട് ഞങ്ങൾക്ക് തരും, കറക്റ്റ് ആ ഫീസുമായിട്ട് കൊണ്ട് തരും. അതേപോലെ ഞങ്ങൾ നേരത്തെ കടം കൊടുത്തിട്ടുള്ളവർ, ഞങ്ങൾ ചിട്ടി അടച്ച് മുടക്കിയിട്ടിട്ടുള്ളവർ, അവരൊക്കെ നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ വീട്ടിൽ ആ പൈസയായിട്ട് വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു. അതുകൊണ്ട് ഇന്നേ വരെ ഞങ്ങൾക്ക് 2 പേർക്ക് ഇപ്പോൾ 3 മാസമായി 2 പേരും ജോലിയില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നു. 3 മക്കളുമുണ്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തണം. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ട് പോലും വന്നിട്ടില്ല. പൈസയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും മനസ്സിൽ ചിന്തിച്ചാൽ മതി, മാതാവ് അത് നടത്തി തരുമായിരുന്നു. ഇപ്പം എന്നെക്കാട്ടി വിശ്വാസം എൻ്റെ ഹസ്ബൻഡാണ്. മാതാവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡാണ് എല്ലാവരോടും പറഞ്ഞിട്ട് വഴി പറഞ്ഞു കൊടുക്ക്, അവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. ഇത്രയും നല്ല കാര്യങ്ങൾ തന്ന് ഞങ്ങളെ ഈ നിമിഷം വരെ നടത്തിയ മാതാവിനെ ഓർത്ത് 1000 നന്ദി പറയുന്നു. തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. രമ്യ സാക്ഷ്യം പറയുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞായിരുന്നു, ജീവിതം തീർന്നുപോയി എന്ന് ഞാൻ വിചാരിച്ചു, ജീവിതം കൈവിട്ടുപോയി എന്ന് വിചാരിച്ചുകൊണ്ടാണ് കൃപാസനത്തിൽ വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തു പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മ അശരണർക്ക് ആശ്വാസമാണ്.
നമ്മുടെ കയ്യിൽ ഇനി ജീവിതം നിൽക്കില്ല, കൈവിട്ടു പോയി എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴും പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. നമ്മളുടെ കഴിവിന് അപ്പുറം ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുവാനായിട്ടാണ് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ സമയത്ത് പരിശുദ്ധ അമ്മ ഉടനെ തന്നെ ഈശോയെ ഇടപെടുത്തുന്നു. ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മ ആദ്യം മാധ്യസ്ഥം വഹിച്ചു. അതിനുശേഷം അവിടെയുള്ളവരോട് ചെയ്യുവാനായിട്ട് അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറയുന്നു. നമ്മൾ നിരവധി തവണ പ്രാർത്ഥന ഉരുവിടാറുണ്ട്. എന്നാൽ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന പ്രാർത്ഥനയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന പ്രാർത്ഥന. ഇവിടെ ഓരോരോ കാര്യങ്ങൾ, കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഈശോ പറയുന്ന കാര്യങ്ങൾ കൃപാസന പത്രത്തിലൂടെ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുമ്പോഴും ഒക്കെ ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ്. രമ്യ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. സാക്ഷ്യം കേൾക്കുമ്പോൾ കുറേ കൂടി നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. അതിന് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു. എഫെസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ഒന്നുമില്ലാത്തവരാകുമ്പോഴും നമുക്ക് നമ്മിൽ തന്നെ ആശ്രയിക്കാൻ ഒന്നുമില്ലാത്തപ്പോഴും ദൈവം നമുക്ക് ആശ്രയമായിട്ടുണ്ട്. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ ഈ വലിയ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. എൻ്റെ പേര് റിനു മാത്യു. ഞാൻ കുമ്മളിയിൽ നിന്നാണ് വരുന്നത്. അട്ടപ്പള്ളം ഇടവകയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 3 ഓഗസ്റ്റ് 2019 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയും പിന്നെ എൻ്റെ അമ്മ കൃപാസനത്തിൻ്റെ പത്രം കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊരു തവണ പോലും വായിച്ചു നോക്കിയോ തുറന്നു പോവുകയോ ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരിക്ക് കിട്ടിയ ഒരു അനുഭവം വഴിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരാനായിട്ട് ഇടയാവുന്നത്. അപ്പം MBA കഴിഞ്ഞതിന് ശേഷം ഞാൻ റിക്രൂട്ട്മെൻറ്റിന് കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു റിക്രൂട്ട്മെൻറ്റിലും പാസ്സാകാനായിട്ട് സാധിച്ചില്ലായിരുന്നു. അവസാന അറ്റംപ്റ്റ് വരെ ഞാൻ എത്തിയാലും എനിക്ക് ഫൈനൽ ഇൻ്റർവ്യൂവിന് പോകാനോ അങ്ങനെ കുറേ തടസ്സങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഞാനൊരു ജോലിക്ക് വേണ്ടിയായിട്ടാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്ത മാതാവിനോട് ഞാൻ 26 ഓഗസ്റ്റ് 2019 എനിക്ക് ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത്. ഞാൻ അതുപോലെ തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 26 ഓഗസ്റ്റ് 2019 എറണാകുളത്തുള്ള ഒരു നല്ലൊരു കമ്പനിയിൽ തന്നെ എനിക്ക് HR തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ ഉടമ്പടി നല്ല രീതിയിൽ 3 മാസത്തോളം നല്ല രീതിയിൽ ഭക്തിയായിട്ട് ജോലി ലഭിച്ചതിന് ശേഷം മുന്നോട്ട് പൊക്കോണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ഉടമ്പടിയിൽ കുറച്ച് ഉഴപ്പും കാര്യങ്ങളും ഒക്കെ പതുക്കെ വന്നു തുടങ്ങിയിരുന്നു. പക്ഷേ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെയായി പ്രാർത്ഥനയിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ചൊല്ലാനായിട്ട് തുടങ്ങി. കാരണം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ മിക്ക സമയവും 5:30 ചെല്ലാനായിട്ട് കറക്റ്റ് എനിക്ക് സാധിച്ചിരുന്നില്ല. 6 മണി അങ്ങനെ സമയം വ്യത്യാസം വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ അതങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്താണ് കൊറോണയുടെ കാലം തുടങ്ങിയത്. അത് ഏകദേശം ഒരു മാർച്ച് മാസമൊക്കെ ആയപ്പോഴേക്കും കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ജോലി പ്രവേശിച്ചത് എറണാകുളത്തുള്ള ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു. അപ്പം കൊറോണ ബാധിച്ച് ആദ്യമായിട്ട് ജോലി എല്ലാവർക്കും പോയി തുടങ്ങിയത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു. അപ്പം എനിക്ക് അന്ന് ഞാനൊരു ജൂനിയർ സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ജോലി അവിടെ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിരുന്ന നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. പക്ഷേ നിരാശയായി ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വീണ്ടും പുനരാരംഭിച്ചു. എങ്കിലും എനിക്ക് കുറേ നാളത്തേക്ക് ജോലിയൊന്നും ലഭിച്ചില്ല. മുഴുവൻ ലോക്ക്ഡൗൺ ആയി. അങ്ങനെയായി ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പല വിഷമങ്ങളായി. മാനസികമായി എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല രീതിയിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൽ ജോലി ചെയ്തിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എനിക്ക് സെപ്റ്റംബറിൽ വീണ്ടും നല്ലൊരു ജോലി മാതാവ് വന്ന് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ആ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ജോലിയിൽ ഒരിക്കലും സംതൃപ്തി കണ്ടെത്താൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എത്രയേറെ വർക്ക് ചെയ്തിട്ടും എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് മാതാവ് ഒരു വഴിയായിട്ട് എനിക്ക് IELTS പുറത്ത് പോകണം എന്നുള്ളൊരു മോഹം വന്നു തുടങ്ങിയത്. എനിക്ക് പണ്ട് മുതലേ MBA ഞാൻ പഠിച്ചത് തന്നെ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും അതിന് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. എനിക്ക് സാധിച്ചിരുന്നില്ല അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങാനും IELTS പ്രിപ്പറേഷൻ തുടങ്ങാനും ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് മാതാവ് തന്നെ ഒരു വഴിയായിട്ട് IELTS പഠിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങി. പക്ഷേ ഞാൻ IELTS പഠിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും എനിക്കൊരു ജോലി കിട്ടി. അപ്പം ജോലി കിട്ടിയപ്പോൾ എനിക്ക് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് അത് നിർത്തി പഠിക്കാനും വീണ്ടും ഒരു വരുമാന മാർഗ്ഗമല്ലേ അതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചുകൂടെ എന്നുള്ളൊരു മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാനത് IELTS പഠനവും എല്ലാമായിട്ട് ജോലിയും എല്ലാം ആയിട്ട് പൊക്കോണ്ടിരുന്നു.
പക്ഷേ എനിക്ക് IELTS ഞാൻ അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി നോക്കി, പക്ഷേ എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ ജോലി നിർത്തി വീട്ടിലേക്ക് വന്നിരിക്കുമായിരുന്നു. വീണ്ടും അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ല, ഞാൻ ഇത്രയും കൊറോണയും ഇതുമൊക്കെ ആയിട്ട് എനിക്ക് വീണ്ടും കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ സന്നിധി വന്ന് ഉടമ്പടി പുതുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അപ്പം ഞാൻ തിരിച്ചിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത് 13 മെയ് 2022 അപ്പം ഉടമ്പടി പുതുക്കി ഞാൻ വീണ്ടും പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് സജീവമായിട്ട് പങ്കെടുത്തു. പക്ഷേ ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണെന്നോ കാര്യമായിട്ടുള്ള രീതിയിൽ ഞാനത് മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിലിരുന്ന് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല സാക്ഷ്യങ്ങളൊക്കെ എല്ലാവരുടെയും കേൾക്കാൻ തുടങ്ങി. ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ട് സെർച്ച് ചെയ്ത IELTS കൃപാസനം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം എനിക്ക് കാരണം IELTS പാസ്സാകണം, അതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. പിന്നെ ഞാൻ IELTS കൃപാസനം എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ IELTS കൃപാസനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് IELTSും കാര്യങ്ങളും ഒന്നും വിജയിക്കാൻ സാധിക്കില്ല. പിന്നെ ഞാൻ വരുന്ന എല്ലാ ഉടമ്പടിയും എല്ലാ തരത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും പഠിക്കാനും തുടങ്ങി. ആദ്യമേ ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് കറക്റ്റായിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയോ രോഗീ സന്ദർശനം ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഞാൻ പിന്നെ ദിവസവും എനിക്ക് കുർബാനയിൽ സംബന്ധിക്കാനും സാധിക്കുന്നില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ രാവിലെ പോയി കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി ഒരു ഡേറ്റ് ഞാൻ ജൂണിൽ തന്നെ എടുത്തിരുന്നു. ജൂൺ 25 ഞാൻ IELTSൻ്റെ ഡേറ്റ് എടുത്തു. അതിന് ഒരാഴ്ച മുന്നേ ഞാൻ ഇവിടെ വന്ന് ബ്ലെസ്സിങ്ങിന് വേണ്ടി വരികയും ഹോൾ ടിക്കറ്റ് അച്ഛൻ്റെ കയ്യിൽ വന്ന് ബ്ലെസ്സിങ് എല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ പോവുകയും ചെയ്തു. എന്നിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു IELTS ഞാൻ ഇപ്രാവശ്യം ഉറപ്പായിട്ടും പാസ്സാകും. ഞാൻ വീട്ടിലും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കാരുണ്യ പ്രവർത്തികളും പിന്നെ പത്രമൊക്കെ എൻ്റെ അമ്മയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ IELTS പഠിക്കുകയാണ്, ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പത്രം ഞാനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. എല്ലാം ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മ കൂട്ടായ്മകളിലൊക്കെ പോകുമ്പോൾ അമ്മ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാനെന്നാലും IELTS എക്സാം എല്ലാം അറ്റംപ്റ്റ് ചെയ്തു. എനിക്കന്ന് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. എനിക്ക് ഏറ്റവും പാടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് റീഡിംഗ് ആയിരുന്നു. എത്ര ചെയ്ത് നോക്കിയാലും എനിക്ക് ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് ഇപ്രാവശ്യം കിട്ടാനായിട്ടൊന്നും പോകുന്നില്ല, അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെ സ്കോർ മാത്രം എനിക്ക് 5.5 എന്നുള്ള രീതിയിൽ നിന്നു, ബാക്കി എല്ലാത്തിനും എനിക്ക് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനത് കഴിഞ്ഞ് വീണ്ടും പലരുടെയും സാക്ഷ്യങ്ങളും കാര്യങ്ങളും കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പറയുന്ന രോഗീ സന്ദർശനവും കാരുണ്യ പ്രവൃത്തികളെ പറ്റിയെല്ലാം മനസ്സിലാക്കി. ഞാൻ അങ്ങനെ അടുത്ത ഉടമ്പടിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഭക്തിപൂർവ്വം ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്ത ഡേറ്റ് ഞാൻ 30th ജൂലൈ 2022 IELTSൻ്റെ ഡേറ്റ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ ആ മാസം ഞാൻ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കാരുണ്യ പ്രവർത്തികൾ എന്നുള്ള രീതിയിൽ എനിക്ക് പരിശുദ്ധ അമ്മ എന്നെ ഓർമ്മിപ്പിച്ച, ഞാൻ രോഗീ സന്ദർശനത്തിന് വേണ്ടി 2 തവണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് പേഷ്യൻസിനെ നോക്കാൻ പോയി. പക്ഷേ എനിക്ക് പേഷ്യൻസ് അവിടെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ 3ാമത്തെ തവണ ഞാൻ അവിടെ നോക്കാൻ പോയപ്പം അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിലെ നേഴ്സ് എന്നെ സംശയത്തോടെ നോക്കി. ഞാനിങ്ങനെ എല്ലാം തപ്പിത്തെരഞ്ഞ് രോഗികളെ തെരഞ്ഞ് നടക്കുക, എന്നിട്ടെങ്ങും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ലാസ്റ്റ് ഞാൻ അവിടുന്ന് നേരെ എനിക്ക് മനസ്സിലൊരു ചിന്ത തോന്നി, ഞങ്ങളുടെ അവിടെ ആകാശപ്പറവ, അതായത് ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പം എനിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, എനിക്ക് 1 മാസത്തേക്ക് ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുമോ സിസ്റ്ററെ? ഞാനിവിടെ വന്ന് 1 മാസത്തേക്ക്, എനിക്ക് അന്ന് ജോലിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഉച്ച കഴിഞ്ഞ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. UK ടൈമിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഉച്ച വരെ ഞാനിവിടെ വന്ന് ശുശ്രൂഷ ചെയ്തോട്ടെ, ബാക്കി കാര്യങ്ങൾ ബാക്കി പേഷ്യൻസിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ സിസ്റ്റർ സമ്മതിച്ചു. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം മുതൽ ചെന്ന് അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കുകയും അവിടുത്തെ അമ്മമാരെ കുളിപ്പിക്കാനും അവർക്ക് ആഹാരമൊക്കെ കൊടുക്കാനും അങ്ങനെ അവർക്ക് എക്സർസൈസും കാര്യങ്ങളും പല കാര്യങ്ങളും ചെയ്യാൻ ആക്ടിവിറ്റീസായിട്ട് ഞാൻ അവിടെ തുടങ്ങി. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് മാതാവാണ് ഈ ഒരു വഴി പറഞ്ഞു തന്നത്. ഞാൻ അവിടെ എല്ലായിടത്തും രോഗികളുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിച്ച് നടക്കുക. കാരുണ്യ പ്രവർത്തികൾ എന്തൊക്കെ ചെയ്യണമെന്ന് പോലും വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം നോക്കി ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത പ്രകാരം ഒരാഴ്ച മുൻപേ ഞാൻ കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി ഞാൻ വരികയും അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. തലേദിവസം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്ക് അച്ഛൻ
ഉറപ്പായിട്ടും ഒരു കാശ് രൂപം വെഞ്ചരിച്ച് തരണം. കാരണം ഞാൻ അതിന് മുന്നേ വന്ന് ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ട്. അപ്പം ബ്ലെസ്സിങ് മേടിച്ചപ്പോൾ ഒന്നും എനിക്ക് കാശ് രൂപം അങ്ങനെയൊന്നും ഇവിടെ കൊടുക്കുന്നില്ലായിരുന്നു. ജസ്റ്റ് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഞാൻ അന്ന് മാതാവിനോട് തലേദിവസം പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്കിവിടെ വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു കാശ് രൂപം എനിക്ക് കിട്ടിയിരിക്കണം, അതെനിക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി എനിക്ക് അമ്മ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അന്ന് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ അപ്പം വരുമ്പോൾ കാണുന്നത്, എക്സാമിൻ്റെ സമയത്ത് അച്ഛൻ ബ്ലെസ്സിങ്ങിൻ്റെ കൂടെ വെഞ്ചരിച്ച കാശ് രൂപവും തന്ന് എല്ലാവർക്കും പറഞ്ഞു വിടുമായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് കാശ് രൂപവും കിട്ടി. അത് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു, എനിക്ക് റീഡിംഗ് ആണ് ഏറ്റവും ടഫായിട്ടുള്ള മൊഡ്യൂൾ, എനിക്ക് എല്ലാ പ്രാവശ്യം 2 തവണയും പോയത് അതാണ്. അപ്പം അതിനുവേണ്ടി എനിക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇപ്രാവശ്യം റിസൾട്ട് ഞാൻ 2 ദിവസം മുന്നേ ആയിരുന്നു എനിക്ക് റിസൾട്ട് ഞാൻ അറിഞ്ഞിരുന്നത്. അപ്പം എനിക്ക് മാതാവ് അതിൻ്റെ ഒരു സൂചന തന്നിരുന്നു. ഞാൻ വ്യാഴാഴ്ച രാത്രിയിൽ ഞാൻ 3 മാസത്തോളമായിട്ട് ഞാൻ ഒരു ഫുൾ നോയമ്പാണ്. ഇറച്ചി, മീൻ, മുട്ട ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. 3 മാസമായിട്ട് കണ്ടിന്യൂസ് ഞാൻ ഈ നിയോഗങ്ങളെല്ലാം വെച്ച് ഞാൻ നോയമ്പിലാണ്. ഞാൻ തീരുമാനിച്ചിരുന്നു, ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനിയൊരു ഇതുപോലെ വേറെ എന്തെങ്കിലും ഇറച്ചി, മീൻ, മുട്ട അങ്ങനത്തെ രീതിയിലുള്ള ആഹാരം കഴിക്കുകയുള്ളൂ എന്ന് ഞാൻ അമ്മയോടും പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞായിരുന്നു, പരീക്ഷയൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഇനി കഴിച്ചുകൂടാന്നൊക്കെ ചോദിച്ചു. എങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ എന്തെങ്കിലുമുള്ള ആഹാരങ്ങൾ ഞാൻ കഴിക്കുകയുള്ളൂ. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതുപോലെ വ്യാഴാഴ്ച രാത്രിയിൽ എനിക്ക് മാതാവ് ഒരു സൂചന തന്നിരുന്നു, റിസൾട്ട് വരും. ഞാൻ അന്ന് രാത്രിയിൽ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ 33 പ്രാവശ്യം എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയുന്നിടം വരെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 തവണ ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഒരു ബൈബിൾ വചനം ഞാൻ ഇപ്പോഴും ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നത്, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടി ഉണ്ടായിരിക്കും എന്ന് ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 1:9 എപ്പോഴും ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കി എന്നെയും മാറ്റണേ, മാതാവ് എന്നെ കയ്യിലെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസം ഈ IELTS പാസ്സാകുന്നതിലൂടെ മനസ്സിലാക്കി തരണേ എന്ന് ഞാൻ പൂർണ്ണമായിട്ടും പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇതൊന്നും അല്ല, ഇതിലും കൂടുതൽ അനുഗ്രഹങ്ങളുണ്ട്. ഇപ്പോഴത്തെ സമയ ചുരുക്കം കാരണം ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഒരു കൃപയുടെ നിറവിൽ നിൽക്കാനായിട്ട് സാധിച്ചതിന് ഫലമായി ആ കൃപ മെറിറ്റ് മുഴുവനും മാറ്റി തമ്പുരാൻ്റെ മുമ്പിൽ തൻ്റെ കഴിവുകൾക്ക് അപ്പുറമായി അമ്മയുടെയും ഈശോയുടെയും കരങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ മരിയൻ ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന കൃപാവരത്തെ മനസ്സിൽ ധ്യാനിച്ചും ആ കൃപാവരത്തിൽ പ്രാപിച്ചുകൊണ്ടും നടത്തിയ യാത്രയിലൂടെ ലഭിച്ച അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇവിടെ നമ്മൾ പലപ്പോഴും അച്ഛൻ ആവർത്തിച്ച് ജോസഫ് അച്ഛൻ ധ്യാനത്തിലൂടെയൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഇവിടെ ഈ മരിയൻ ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നത് മെറിറ്റിലല്ല, ഗ്രേസിലാണ്, കൃപയിലാണ്. അപ്പോൾ കൃപയിലൂടെ ആണ് ഈ മരിയൻ ഉടമ്പടി നമ്മളെ പിന്നെ നയിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം കൃപയായി നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നു. ആ കൃപ പിന്നെ നമുക്ക് പറ്റാത്ത മേഖലകളിലേക്കൊക്കെ ഒഴുകിയിറങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ MBA കഴിഞ്ഞു, അതിനുശേഷം പിന്നീട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പഠനത്തോട് തന്നെ ഭാഗമായിട്ട് ജോലിക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ജോലി അത് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി. അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ജോലി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ജോലി കിട്ടി. പക്ഷേ ജോലി പിന്നീട് പോകുന്നു. അവിടെ പോയി കഴിഞ്ഞ് നിരാശപ്പെട്ടിരിക്കുമ്പോൾ പിന്നീട് ഒരു സാധ്യത തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉടമ്പടി ഉഴപ്പുന്നുണ്ടെന്ന കാര്യം മനസ്സിലായി. ഉടമ്പടി എവിടേക്കോ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നൊരു ബോധ്യത്തിലേക്ക് വന്നു. അപ്പോൾ എളിമപ്പെടാൻ തുടങ്ങി. എളിമപ്പെട്ടുകൊണ്ട് തന്നെ അമ്മയുടെ മുമ്പിൽ ഇതൊരു സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യണമെന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ തീരുമാനത്തിലേക്ക് വന്ന് ഇത് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനകത്തുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ അത് 20% പ്രാർത്ഥനയും 80% അത് ചെയ്യേണ്ട കാര്യങ്ങളുള്ള അടങ്ങിയതുമായ പ്രാർത്ഥനയാണ്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുള്ളത് യോഹന്നാൻ 2:5, അവൻ പറയുന്നത് പോലെ ചെയ്യുക, അവൻ പറയുന്നത് പോലെ കേൾക്കുക. അപ്പോൾ കർത്താവ് പറയുന്ന പോലെ ചെയ്യാനാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന നമുക്ക് നൽകപ്പെടുന്നത്. കർത്താവ് പറയുന്ന പോലെ അനുസരിച്ച് ആ കർത്താവിനോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ പ്രാർത്ഥന നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അനുസരിച്ചുകൊണ്ട് വിശ്വസ്തയോടുകൂടിയാണ് ഇത് നമ്മൾ പാലിക്കേണ്ടത്. കാരണം ഇത് വിശ്വസ്തതയിലാണ് നിലനിൽക്കുന്നത്, ഒരു പ്രാർത്ഥനയിലല്ല. ഇത് വിശ്വസ്തയോടുകൂടി ആരൊക്കെ ചെയ്യുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ അമ്മ ഈശോ ഉണ്ടാകും. അപ്പോൾ ഇവിടെ കൃപയിൽ നിറയാനായിട്ട് ഒന്ന് സാധിച്ചു. 2, ഈ കൃപ കണ്ടെത്തിയ രീതി, അതായത് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. യൂട്യൂബ് ചാനലിൽ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഈ സാക്ഷ്യങ്ങൾ പറയുന്ന രീതി അനുസരിച്ച് രോഗികളെ സന്ദർശിക്കുക, ആശുപത്രിയിൽ പോയി രോഗികളെ സന്ദർശിക്കുക, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ ആരും കാണത്തില്ലല്ലോ, ആരും ഇല്ലാത്തവരുണ്ടാവുമല്ലോ, അവരെ പോയി കാണുന്നത്. പക്ഷേ അമ്മ ഒരുക്കിയിരുന്നത് അതല്ല.
അവിടെ അമ്മ ഒരുക്കി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആരെയും കാണാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് മനസ്സിലായി തൻ്റെ നാട്ടിൽ തന്നെ ആകാശപ്രഭയുടെ ഒരു സ്ഥാപനമുണ്ട്, അവിടെ അനാഥ മന്ദിരമുണ്ട്, അവിടെ പോകണമെന്ന് തീരുമാനിച്ചു. അവിടെ പോവുക മാത്രമല്ല, തീരുമാനം എങ്ങനെയാണ്, എനിക്കൊരു മാസം അവിടെ ശുശ്രൂഷ ചെയ്യണം, ഞാനിവിടെ ശുശ്രൂഷ ചെയ്തോട്ടെ എന്നാണ്. മറ്റൊരു രോഗി സന്ദർശനമാണ്, കാണുക, വരിക, തിരിച്ചു വരിക. പക്ഷേ ഇവിടെ ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് സന്ദർശനം നടത്തുക മാത്രമല്ല, അവിടെ എല്ലാ കാര്യങ്ങളും ശുശ്രൂഷ ഞാനും ആകാൻ തീരുമാനിക്കുന്നൊരു പ്രേരണ, അത്ര ഒരു പ്രേരണയിലാണ് പോകുന്നത്. പിന്നെ പത്രം കൊടുക്കാനും മടിയായിരുന്നു, പക്ഷേ പത്രമൊക്കെ പിന്നെ ഏറ്റെടുത്തു, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഇതാണ് ധീരന് ശക്തമായിട്ടിരിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഒരു ധൈര്യം, ആത്മധൈര്യം നമുക്ക് ലഭിക്കും. ഈ മകൾക്ക് അത് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. 3 പ്രാവശ്യം IELTS എക്സാം എഴുതിയപ്പോഴും പരാജയപ്പെടുമ്പോഴും പക്ഷേ പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരുന്നുകൊണ്ട് അല്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ത്യാഗം സഹിച്ചുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യാം എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ചിന്തയിലേക്ക് വന്നു. ആദ്യം IELTS കൃപാസനം എന്ന് അടിച്ചുകൊണ്ടാണ് യൂട്യൂബിൽ സാക്ഷി നോക്കിയത്. പിന്നീട് മനസ്സിൽ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അമ്മയുടെയും ഈശോയുടെയും ഉടമ്പടിയിലൂടെ, ഈ തന്നിരിക്കുന്ന പ്രാർത്ഥനയിലൂടെ എങ്ങനെയാണ് ഈശോ അമ്മയും പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കേണ്ടതെന്നുള്ള ഒരു അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പോൾ അമ്മ ഈശോയും ഈ കുഞ്ഞിനെ കരുതാൻ തുടങ്ങി. അതിന് ഫലമായിട്ട് IELTS എക്സാം പാസ്സായി. അപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ അത് സീരിയസ് ആയിട്ട് എടുക്കുകയും അതിൽ ഉടമ്പടി പാലിക്കുകയും ചെയ്യണം. അത് കൃത്യമായിട്ട് ചെയ്യണം, വിശ്വസ്തയോടെ അത് പാലിക്കണം. അങ്ങനെ ചെയ്യുന്നവർക്ക് അമ്മ ഈശോയും കൂടെ നടന്ന് എല്ലാ മേഖലയും തുറക്കപ്പെടും. അവൾ പ്രത്യേകം വേണ്ടി മകൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എന്തൊക്കെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ ഈ മകൾക്ക് ഈശോയും അമ്മയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മരിയൻ ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് കൃപയിൽ നിറയാനും ആ കൃപയിലൂടെ ജീവിതത്തിൻ്റെ അനുഗ്രഹ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അനുഭവത്തിൻ്റെയും കൂടുതലായിട്ട് ത്യാഗങ്ങൾ ചെയ്യാനും ഉപവസിക്കാനും അമ്മയുടെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാനിനി ഉപവാസം അവസാനിപ്പിക്കുന്നുള്ളൂ എന്ന് പറയാനും ഒക്കെയുള്ള ധൈര്യം ഒരു വചനത്തിൽ അടിയറച്ച് നിൽക്കാനൊക്കെ സാധിച്ചതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും ഈ മകളോടൊപ്പം നമുക്ക് നന്ദി അർപ്പിക്കാം. തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ